സാർ യെസ് ഉടനെ വിൽഫ്രഡിന് സാറിനെ കണ്ട് സംസാരിക്കണമെന്ന് വിളിക്കൂ. ആ വന്ന കാര്യം മാപ്പ് പറയാൻ വന്നതാ. ഓഹോ അപ്പൊ പറ കേക്കട്ടെ. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. അല്ല എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. തന്നെ എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാര് മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? അപ്പൊ കുണ്ടിക്കാ ചേച്ചി പോയി ചത്തുടടാ. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ഒരു ബോധോദയം വരുന്നതിന് പിന്നിൽ എന്തോ ഇല്ലേ? കേസോ വിഷയോ വല്ലതും ആയോ അഞ്ജലി? എന്ന് വെച്ചാൽ അത് നാണിക്കാൻ എന്തിരിക്കുന്നു? ഇത്തരം കേസാകുമ്പോ ഒന്ന് രണ്ടെണ്ണം കിട്ടിയെന്ന് വരും. അതാ ഞാൻ ചോദിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. മാപ്പ്. ഇതെന്ത് മാപ്പ്? ഒരു സെന്റൻസ് എങ്കിലും വേണ്ടേ? നല്ല സൈലൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത് അറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.